ഇന്ത്യയിൽ കൂടുതൽ പ്രാവശ്യം സിനിമയായിട്ടുള്ള ഇന്ത്യൻ നോവൽ ഏതാണ്? ടൈറ്റാനിക് ആണോ? ചെമ്മീനാണോ? പതേർ പാഞ്ചാലി. കടൽ എന്ന് പറയുന്നതായിരുന്നോ കഥ? ചെമ്മീൻ. നമസ്കാരം. ന്യൂസ് ഡയറി കേരളത്തിൻ്റെ 1000 ചോദ്യങ്ങളും കൈനിറയ സമ്മാനങ്ങളും എന്ന പ്രോഗ്രാമിൻ്റെ പുതിയൊരു ഭാഗത്തേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്ന് 1000 ചോദ്യങ്ങളും കൈനിറയ സമ്മാനങ്ങളുമായി നിങ്ങളുടെ മുന്നിലേക്ക് എത്തുവാൻ വേണ്ട എല്ലാവിധ സഹായങ്ങളും ഞങ്ങൾക്ക് ചെയ്തു നൽകിയിരിക്കുന്നത് കടക്കാവൂർ ചെക്കാലവിളാകം കേന്ദ്രമായി പ്രവർത്തിക്കുന്ന അക്ഷിത ജ്വല്ലറിയാണ്. അവർ നൽകുന്ന മനോഹരമായ സമ്മാനവുമായിട്ടാണ് ഞങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നത്. അക്ഷിത ജ്വല്ലറി നൽകുന്ന സമ്മാനവുമായി ഞങ്ങൾ എത്തിയിരിക്കുന്നത് അഞ്ചൽ വിളക്കുപാറയിലാണ്. ഓസ്കാർ അവാർഡ് വിന്നറായ റസൂൽ പൂക്കുട്ടിയുടെ ജന്മദേശമാണ്. അദ്ദേഹത്തിന് അറിയാം. നമ്മുടെ അടുത്ത് തന്നെ വീടും കാര്യങ്ങളൊക്കെ അപ്പുറത്ത് ജംഗ്ഷനിലാണ്. അന്ന് ഈ അവാർഡൊക്കെ നേടുന്ന സമയത്ത് ഒരു സന്തോഷവും ഞങ്ങളിവിടെ ഭയങ്കര ആഘോഷവും ഭയങ്കര ഇതൊക്കെ നടത്തിയാണ് പുള്ളിയെ പോയി അവിടുന്ന് സ്വീകരിച്ചുകൊണ്ട് വന്നത്. അതുപോലെ തന്നെ നമ്മുടെ നാടിൻ്റെ ഈ നാടിൻ്റെ ഈ പേര് ആ ലോകം എമ്പാടും ഒരു പ്രസിദ്ധമായ ഒരു നിമിഷമായിരുന്നു. നമുക്ക് ഈ നാട്ടുകാർക്കെല്ലാം അഭിമാനമായിരുന്നു. അപ്പോൾ റസൂൽ പൂക്കുട്ടിയുടെ നാടായതുകൊണ്ട് തന്നെ ആ സിനിമയുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പ്രവർത്തിക്കുന്നത് കൊണ്ട് തന്നെ സിനിമയുമായി ബന്ധപ്പെട്ട് ഞങ്ങളുടെ ഒരു ചോദ്യമുണ്ട്. അതിന് ശരിയായിട്ടുള്ളൊരു ഉത്തരം നൽകുകയാണെങ്കിൽ കടക്കാവൂർ ചെക്കാലവിളാകം കേന്ദ്രമായി പ്രവർത്തിക്കുന്ന അക്ഷിത ജ്വല്ലറി നൽകുന്ന മനോഹരമായ ഒരു സമ്മാനം ലഭിക്കും. ചോദ്യം ഇതാണ്: ഏറ്റവും കൂടുതൽ പ്രാവശ്യം സിനിമയായ ഇന്ത്യൻ നോവൽ ഏതാണ്? അറിയില്ല. ഏറ്റവും കൂടുതൽ പ്രാവശ്യം സിനിമയായ ഇന്ത്യൻ നോവൽ ടൈറ്റാനിക് ആണോ? നോവല. നമ്മൾ അണ്ണം പറയും. ഏറ്റവും കൂടുതൽ പ്രാവശ്യം സിനിമയായ ഇന്ത്യൻ നോവൽ അറിയില്ല. ഏറ്റവും കൂടുതൽ പ്രാവശ്യം സിനിമയായ ഇന്ത്യൻ നോവൽ എനിക്കറിയത്തില്ല. ഉണ്ട്. ചെമ്മീൻ എന്ന് പറഞ്ഞ നോവല് സിനിമയായിട്ടുണ്ട്. അതിന് പിന്നെ സ്വർണ്ണമണ്ഡലവും കേന്ദ്ര സർക്കാരിൻ്റെ എല്ലാ അംഗീകാരങ്ങളും കിട്ടി. പക്ഷേ ഏറ്റവും കൂടുതൽ പ്രാവശ്യം സിനിമയായ ഒരു ഇന്ത്യൻ നോവലുണ്ട്. അതേതാണെന്നാണ് അറിയില്ല. അപ്പോൾ നിങ്ങളെല്ലാവരും റസൂൽ പൂക്കുട്ടിയുടെ നാട്ടുകാരാണ്. അദ്ദേഹത്തിന്റെ വീട്ടിലിന്റെ മുന്നിൽ നിന്നുകൊണ്ടാണ് നമ്മളെല്ലാവരും ഈ പ്രോഗ്രാം എടുക്കുന്നത്. ഇത് പൂക്കുട്ടിയുടെ വീടാ, ബോംബെയില്. അദ്ദേഹം ബോംബെയിലാണ്. ജനിച്ച വീടാണ്. അപ്പോൾ ഞങ്ങളുടെ കൈവശം അക്ഷിത ജ്വല്ലറി നൽകുന്ന മനോഹരമായ ഒരു സമ്മാനമുണ്ട്. ഞങ്ങളുടെ ഈ ചോദ്യത്തിന് ശരിയായിട്ടുള്ളൊരു ഉത്തരം നൽകി കഴിഞ്ഞാൽ ആ സമ്മാനം ലഭിക്കും. റസൂൽ പൂക്കുട്ടി സിനിമയിലൂടെയാണല്ലോ നിങ്ങളുടെ ഈ നാടിൻ്റെ പേരും പ്രശസ്തിയും ലോകത്തിന് മൊത്തം അവതരിപ്പിച്ചത്. അപ്പോൾ സിനിമയുമായി ബന്ധപ്പെട്ടുള്ളൊരു ചോദ്യമാണ്. ചോദ്യം ഇതാണ്: ഏറ്റവും കൂടുതൽ പ്രാവശ്യം സിനിമയായ ഇന്ത്യൻ നോവൽ ഏതാണ്? അല്ല, ഏറ്റവും കൂടുതൽ സിനിമയായ അറിയില്ല. സിനിമയായിട്ടുള്ള ഇന്ത്യൻ നോവൽ ക്ലൂ ഉണ്ടോ? ഒരു ക്ലൂ തരൂ. അതൊരു ബംഗാളി നോവലാണ്. പതേർ പാഞ്ചാലി അല്ല. ഇന്ത്യയിൽ കൂടുതൽ പ്രാവശ്യം സിനിമയായിട്ടുള്ള ഇന്ത്യൻ നോവൽ ഏതാണ്? അറിയത്തില്ല. ഞാൻ വായിച്ചിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്, പക്ഷെ അത് ഏതാണെന്ന് ഓർമ്മ വരുന്നില്ല. കടൽ എന്ന് പറയുന്നതായിരുന്നോ കഥ? അല്ലല്ല, കടലല്ല. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സിനിമയായിട്ടുള്ള ഇന്ത്യൻ നോവൽ ഏതാണ്? നോവലോ? ചെമ്മീനാണോ? ചെമ്മീനല്ല. അക്ഷിത ജ്വല്ലറി നൽകുന്ന മനോഹരമായ ഒരു സമ്മാനമാണ് ഞങ്ങളുടെ കൈവശം. ഞങ്ങളുടെ ചോദ്യത്തിന് ശരിയായിട്ടുള്ളൊരു ഉത്തരം നൽകുക, സമ്മാനം നേടുക. ചോദ്യം ഇതാണ്: ഏറ്റവും കൂടുതൽ പ്രാവശ്യം സിനിമയായ ഇന്ത്യൻ നോവൽ ഏതാണ്? മലയാളത്തിൽ നിന്നല്ലല്ലോ. മലയാളമല്ല. അറിയത്തില്ല. അത് ഏത് ഭാഷയിലാണെന്ന് പറയാം. ഇംഗ്ലീഷല്ലല്ലേ? ഇന്ത്യൻ നോവലാണ്. ഇന്ത്യൻ നോവലാണ്. എന്നറിയോ?
എനിക്കറിയത്തില്ല അത്. അറിയത്തില്ല. അപ്പോൾ 1917 ഉപോധ്യായ രചിച്ച ദേവദാസ് എന്ന നോവലാണ് 1928 അതായത് ശബ്ദ ചലച്ചിത്രം ഇറങ്ങുന്നതിന് മുമ്പേ നിശബ്ദ ചലച്ചിത്രമായിട്ട് ആദ്യം സിനിമയായി ആരംഭിച്ചത്. അത് വിവിധ ഘട്ടങ്ങളിലൂടെ നിരവധി സിനിമകളായി 2002 ഷാറൂഖ് ഖാനും അഭിനയിച്ചിട്ടുണ്ട് ദേവദാസ് എന്ന സിനിമയിൽ. അപ്പോൾ ദേവദാസ് എന്ന നോവലാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പ്രാവശ്യം സിനിമയായിട്ടുള്ള. ഈ ദേവദാസ് എന്ന നോവലിനെ അടിസ്ഥാനമാക്കിയാണ് ഏറ്റവും കൂടുതൽ സിനിമകൾ ഇന്ത്യയിൽ റിലീസായിട്ടുള്ളത്. ഇതുപോലെ വിജ്ഞാനപരമായിട്ടുള്ള ചോദ്യങ്ങളും മനോഹരമായ സമ്മാനങ്ങളുമായി ഇനി ഞങ്ങൾ നിങ്ങളുടെ വീതികളിലൂടെ നിങ്ങളുടെ മുന്നിലേക്കായിരിക്കും എത്തുക. ഞങ്ങളെ പ്രതീക്ഷിക്കുക. അതുവരയ്ക്കും ക്യാമറമാൻ റജിനൊപ്പം RS നിഷാദ്, ന്യൂസ് ഡയറി കേരളം.